താഴെ പറയുന്നവയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. പി. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1939 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1922 ബർദോളി സത്യാഗ്രഹം. 1928 ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. കാൺപൂർ നാനാ സാഹിബ്. ആറ കൺവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ. ബറൗട്ട് ഷാമഹൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രവാഹത്തിനു കാരണമാകുന്നത് കാർബൺ ഡയോക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാല് ഏത് നദിയിലാണ്? സത്ലജ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി? ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. GDP നിരക്ക് വർദ്ധിച്ചു. വിദേശ നാണയ ശേഖരണം വർദ്ധിച്ചു. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ്. ലോക വ്യാപാര സംഘടന ജനീവ, ലോകബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് മനില. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ എം. എസ്. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിയമസഭാ അംഗങ്ങൾ നേരിട്ടു തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശമനുസരിച്ചാണ്. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷൻ കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരായ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്തത്? നവകേരള സദസ്സ്. ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരള മിഷൻ എന്നിവ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് കർത്തവ്യ പഥ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർക്കാണ്.
73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലുണ്ടായ മാറ്റങ്ങൾ. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11-ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യാ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? കൊളാജൻ. ഏത് വിറ്റമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണ്? സാൽമൊണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ. ഓപ്ഷൻ എ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ മലയാളി സത്യനാരായണ ബലേരി. ശബ്ദത്തിന്റെ പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? അലൂമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെ? ധ്രുവപ്രദേശത്ത്. ISROയുടെ അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങൾ. ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത്? നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലും ഗോൾ കീപ്പർ അടക്കം എത്ര പേരുണ്ട്? 7. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്കകാന്തി എന്ന നോവൽ എഴുതിയത് വി. ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക. പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക. മഞ്ഞ്. പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിന്റെ ശിക്ഷ? വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. A എന്ന ആൾ Bയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം C എടുത്തു കുടിച്ചു മരിച്ചു. ഇവിടെ A ചെയ്ത കുറ്റം കുറ്റകരമായ നരഹത്യ. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1800 പ്രകാരം 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ചില കേസുകളിൽ 7 വയസ്സിന് മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏതു പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികളാണ് കുറ്റകൃത്യം? കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരം, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ആർക്കും അവകാശമുണ്ട്. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെടുന്നില്ല? സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നിസിബിൾ കുറ്റം എന്നാൽ പോലീസ് ഓഫീസർക്ക് വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം.
FIR എന്നാൽ സീരിയൽ നമ്പർ ഇല്ലാതെ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഉപാധിയാണ് സീറോ FIR. ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഉപാധിയാണ്. അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുക്കാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യുവാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? മജിസ്ട്രേറ്റ്. 40 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണം എന്ന വാദഗതി ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനം എടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 1872 ഏത് സെക്ഷനാണ്? 32. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായിട്ട് എടുക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ പെടുന്നവ കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശരിയായത്: പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കുക. ന്യായമായ കാര്യങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടണം? 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടിക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമ കുറ്റം പോക്സോ നിയമപ്രകാരം 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്നത്? 16 വയസ്സിൽ താഴെ. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിൽ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെക്ഷൻ 67A. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് സെക്ഷൻ 43. ചേരുംപടി ചേർക്കുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്? ആറ്റിങ്ങൽ കലാപം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ? സിദ്ധു കാനു. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതലമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ? അവസാദ ശിലകൾ. ജുമിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗങ്ങൾ കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജ്യോതിഷ് മഠ അടുത്തകാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്? ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ്. ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ല്. 2023-24 ഇന്ത്യൻ ബജറ്റിലെ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത്? വിവരാവകാശം. പെടുന്നത്? ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവും. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ശ്രീ നരേന്ദ്ര മോദി. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. 2020 മെയ് 12 ആരംഭിച്ചു. ഇന്ത്യയുടെ GDP യുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ.
ചേരുംപടി ചേർക്കുക. GST ബിൽ 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെബാർഡുമായി ബന്ധമില്ലാത്തത് ബി ആണ്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. ആസ്ഥാനം മുംബൈ. ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ പെടുന്നില്ല. നിയമവാഴ്ച എന്ന ആശയവും പാർലമെന്ററി സമ്പ്രദായവുമാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകൾ പ്രതിപാദിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്തത് ഓപ്ഷൻ എ രണ്ടാമത്തെ പ്രസ്താവന. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ പ്രതിപാദിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി മൂന്നാമത്തെ പ്രസ്താവന ഉൾപ്പെടുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് 3, 4 എന്നിവ. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ പ്രതിപാദിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കുവാൻ അധികാരം ഗവൺമെന്റിനാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1979 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരത്തെ പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ആണ് ചെയർപേഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് തെറ്റ്. മഴവിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. 1980 ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പരിശീലനം ലക്ഷ്യം. ഓപ്ഷൻ എ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് വന്നത് 1975-ലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1996-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദ്യത്തെ കമ്മീഷൻ രൂപീകൃതമായത്. ആദ്യത്തെ അധ്യക്ഷൻ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീമതി P. സതീദേവിയാണ്. ജസ്റ്റിസ് D. ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷസ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007-ൽ നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ സി മൂന്നാമത്തെ ജോഡി തെറ്റാണ്. ആങ് സാൻ സുകി ഭയത്തിൽ നിന്നുള്ള മോചനം. നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അഴവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം K. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കളുടെ ഇടയിൽ കാണുന്ന സന്ധി കീലസന്ധി. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ മനുഷ്യപരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയത് സ്വാന്റെ പാവോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി വിവാ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ പറയുന്നവയിൽ എന്തൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ
4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ടാകും? 80 സെന്റിമീറ്റർ. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV-C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡായിട്ട് പരിഗണിക്കുന്നത് AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ബഫർ ലായനിയാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്ക് ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഹൈഡ്രജൻ. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ നളചരിതം. എം. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി കേശവന്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റി. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിലുപയോഗിക്കുന്നത് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന പദത്തിന്റെ പര്യായമാണ് കീരം, ശുകം, കിളി എന്നിവ. വീട് പ്ലസ് പണി ചേർത്തെഴുതിയാൽ വീടുപണി. കേമൻ പിരിച്ചെഴുതിയാൽ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം തങ്ക. സാമാന്യ ലിംഗബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. എന്താണ് സ്ത്രീധന മരണം? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുന്നു. ശരിയായ പ്രസ്താവന. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തന്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെ പണം തിരിച്ച് നൽകാതെയും പണയവസ്തു എടുത്തു കൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം. കുറ്റകൃത്യത്തിന്റെ വ്യാഖ്യാനം എന്താണ്? പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെക്കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുൻപാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്തു. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുൻപാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്തു. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ്റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ടൈപ്പ്റൈറ്ററിന്റെ കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു. ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലിഫോൺ വരുന്നു. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നാൽ ഉദ്ദേശിക്കുന്നത് ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ റോഡുകൾ, റെയിൽവേ പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതുസ്വത്തും സംരക്ഷിക്കൽ. സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിൽ പൊതുവെ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. ഈ പ്രസ്താവന ശരിയാണ്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്നത് 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 20. IT ആക്ട് നിലവിൽ വന്നത് 2000 ഓഗസ്റ്റ് 17. IT ആക്ട് സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെ. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം 2019. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ താഴെ പറയുന്നവയിൽ ആർക്കാണ് നൽകുക? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് നൽകേണ്ട ഫീ 10 രൂപ.
ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ വില്യം മൂന്ന്, മേരി രണ്ട്. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. സന്യാസി കലാപം, വേലുത്തമ്പിയുടെ കലാപം, സന്താൾ കലാപം, ശിപായി ലഹള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചതും പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചതും തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഏത് പാളിയാണ്? അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി കാവേരി. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം കാണ്ട്ല. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്തു സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് സുന്ദർബൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം സ്വർണം. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത് 1950 ഏപ്രിൽ 1-ന്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ലോക വ്യാപാര സംഘടന. അമൃതകാലം എന്നറിയപ്പെടുന്ന ബജറ്റ് 2023-24. കാർവേ കമ്മിറ്റി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായം. നീല വിപ്ലവം മത്സ്യബന്ധനം. ചേരുംപടി ചേർക്കുക. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി വകുപ്പ് 18. അവസര സമത്വം വകുപ്പ് 16. തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17. നിയമത്തിന് മുന്നിലുള്ള സമത്വം വകുപ്പ് 14. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഈ പ്രസ്താവന? നിർദ്ദേശക തത്വം. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 42-ാം ഭേദഗതി ഇന്ത്യയുടേത് റഷ്യയുടെ മാതൃകയാണ്. 11 മൗലിക കടമകളാണുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ എ ആണ് തെറ്റ്. ശരിയായത് രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം. ഭരണഘടനയുടെ 91-ാം ഭേദഗതി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2004-ൽ ഭേദഗതി നിലവിൽ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുൾപ്പെടെ ലോക്സഭാ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല മന്ത്രിമാർ. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജി. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ. ട്രേഡ് യൂണിയനുകൾ. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി വയോ അമൃതം പദ്ധതി. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-ന് നിലവിൽ വന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എ. ഷാജഹാനാണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സ്വഭവനത്തിൽ ബന്ധുഭവനത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം പദ്ധതി. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും. റോഷി അഗസ്റ്റിൻ ജലവിഭവം. കെ. കൃഷ്ണൻകുട്ടി വൈദ്യുതി. വി. അബ്ദുറഹ്മാൻ സ്പോർട്സ്. ഡോക്ടർ ആർ. ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370, 35A എന്നിവ പാസാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2019-ൽ. മനുഷ്യരിലെ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ. ജീവകം B12-ൽ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് അതിറോസ്ക്ലീറോസിസ്. മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്ന് ആഹാരപദാർത്ഥങ്ങൾ ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ക്ലോമപിതാനം. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ZBB
XBB 1.16. ഏറ്റവും മാരകകരമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. വായുവിൽ നിന്നും ജലത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 0 ആയിരിക്കും. പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ m/s ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയിൽ ഒന്നുമല്ല. 2023 കണക്ക് അനുസരിച്ച് സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം 2023 പ്രകാരം 92 ആണ്. ഇപ്പോൾ എത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് HCl. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകമാണ്? F ബ്ലോക്ക്. ബബിൾ കവത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ പോളിവിനൈൽ അസറ്റേറ്റ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആശാപൂർണ ദേവി. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്നത് ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്? നിശ. ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ എന്നിവ രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് നീര്, നീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, പനിക്കു പട്ടിണി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഇവയൊന്നുമല്ല. സെറ്റ് കടന്നുപോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. സെറ്റ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ സെറ്റിനെ നിയന്ത്രണപ്പെടുത്തുന്നു. എ മനഃപൂർവ്വം തെരുവിൽ സെറ്റിനെ തള്ളുന്നു. ഇവിടെ എ തന്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വയം വ്യക്തിയെ സെറ്റുമായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം സെറ്റിലേക്ക് ബലം പ്രയോഗിച്ചു. സെറ്റിന്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ സെറ്റിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞോ അല്ലെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ക്രിമിനൽ ശക്തി സെറ്റിന് നേരെ ഉപയോഗിച്ചു. ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീയുടെ താൽപര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ പിന്തുടരൽ കുറ്റകൃത്യം ചെയ്യുന്നു. CRPC പ്രകാരം വാറന്റ് കേസ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥം. CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ 24 മണിക്കൂറിൽ കൂടുതൽ തടവിൽ വയ്ക്കരുത്. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ
ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിൽ ആണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരുടെ പ്രാദേശിക അധികാര പരിധിയിലൂടെയോ യാത്രയിൽ വ്യക്തിയെയോ വസ്തുവിനെയോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തം? കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപ്പന പത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്. നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിലുള്ളത്. പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താൽപ്പര്യമുള്ള അധികാരത്തെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കുവാൻ പാലിക്കപ്പെടുന്നു. പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് എന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? വകുപ്പ് 29. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏതു സെക്ഷനാണ്? സെക്ഷൻ 69. കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആചാരം, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി കേരള പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരിക്കും. ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം തിരിച്ചറിയാവുന്ന കുറ്റം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 നുഴഞ്ഞുകയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടുനിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടാം. 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ സൂചിപ്പിക്കുന്നു? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശം മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത്? ജപ്പാൻ, ജർമ്മനി. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ? മൂഷക രാജവംശം, ആഴി രാജവംശം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ? കുമിങ്ടാങ് പാർട്ടി, ഫലാങ് പാർട്ടി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഉപഗ്രഹങ്ങളിൽ പെടുന്നവ? ബുധൻ, ശുക്രൻ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് അസ്തനോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതെല്ലാം? വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം? കാശ്മീർ ഹിമാലയം.
അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പി. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഇളമ്പാരിമല. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിയസ് എൻ. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. സി, ബി, സി എന്നിവ ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. എ, ബി, ഡി എന്നിവ തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതല അമേരിക്ക. അവശിഷ്ട അധികാരങ്ങൾ കാനഡ. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാൻ സൂകി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഓപ്ഷൻ ബി ആണ്. IMI നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ S. ഫൈസി. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റാണ്? ദൂരം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ പ്രയോഗിക്കപ്പെട്ട പവർ 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യ രേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം ഭൂമിയുടെ ആകൃതി. ആറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പിരീഡിലും ഗ്രൂപ്പിലും വരുന്നു? പിരീഡ് 4, ഗ്രൂപ്പ് 13. കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. ശ്രീനാരായണ ഗുരുവിന്റെ തന്നിരിക്കുന്ന വരികൾ ഏതു കൃതിയിലേതാണ്? ആത്മോപദേശ ശതകം. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ. സാകേതം, ലങ്കാലക്ഷ്മി.
കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളത് മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകീദേവിയെ പ്രീതിപ്പെടുത്തുവാനുള്ള കളിയാണിത്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്കു നൽകിവരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. വിയോഗം, വിപരീതം, സംയോഗം. വിഗഹം, പര്യായപദം, പക്ഷി. ചേർത്തെഴുതുക: ദു+ജനം, ദുർജനം. ശരിയായ ജോഡി: മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക: ഭൃത്യ, ഭൃത്യൻ. പിരിച്ചെഴുതുക: അവൻ, ആ+അൻ. ശരിയായ പദം എഴുതുക: ആഖ്യാനം. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല്. നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇറ്റ്സ് ഓൺ പോട്ട് എന്നതിന്റെ ശരിയായ പരിഭാഷ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഏതു സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിനു താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തിക്ക് ക്രിമിനൽ ഉത്തരവാദിത്വം ഇല്ലാത്തത്? ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ. ഐപിസി സെക്ഷൻ 370A, 376D. സെറ്റ് പണമുള്ള തന്റെ പേഴ്സ് താഴെയിടുന്നു. എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നു. സെറ്റിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിനു വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്തു കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിനു താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറന്റ് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ? എന്നാൽ എൻക്വയറിയിലോ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപോ? എഫ്.ഐ.ആർ. ഫയൽ ചെയ്യുവാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയുവാനുള്ള ഒരു സാഹചര്യമല്ല. എഫ്.ഐ.ആർ. ഫയൽ ചെയ്യുവാനുള്ള അസാധാരണമായ കാലതാമസം എഫ്.ഐ.ആറിൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചില്ലെന്ന സംശയത്തിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27ന്റെ പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്കു നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നവയിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം: അഴിമതി, സന്മാർഗിക അധഃപതനം, പെരുമാറ്റദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമമനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗികാതിക്രമണങ്ങളിൽ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത്? 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമണം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരമോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും.
2000-ലെ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെപ്പറയുന്നവയിൽ ഏതാണ്? വിഷയം വായിക്കുന്നവരുടെയോ കാണുന്നവരുടെയോ കേൾക്കുന്നവരുടെയോ കാമാത്മകമായ താൽപര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം താഴെപ്പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരം. വിവരാവകാശ നിയമമനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ 5 ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? 1917. 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1 ഉം 3 ഉം തെറ്റാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. ശരിയാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024-ൽ ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ന്യൂഡൽഹിയിൽ 2023-ൽ കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യാ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്ക് സംവിധാനം ചെയ്ത ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനയാണ്? 4-ാമത്തെ പ്രസ്താവനയാണ്. കാർവേ കമ്മിറ്റി. 1991-ലാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചത്. ആഗോളവൽക്കരണവും നരസിംഹം റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഗോതമ്പ്. ഏഷ്യൻ ഗെയിംസ് 2023-ൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് തെറ്റ്? ഇന്ത്യയുടെ സ്ഥാനം 3-ാമത് എന്നത് തെറ്റാണ്. ഇന്ത്യയുടെ സ്ഥാനം 4 ആയിരുന്നു. ഇന്ത്യക്ക് 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഫുവിൽ ആണ് നടന്നത്. അടുത്തത് നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2 ആണ്. ശരിയായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. ഈ 2 പ്രസ്താവനകളും രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു എന്നിവയും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1, 3 എന്നിവ ശരിയാണ്. വിദ്യാഭ്യാസ അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി. രാമസുബ്രഹ്മണ്യം. ഭരണഘടനയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് 1, 2 എന്നിവ ശരിയല്ല. ശരിയായത് 1973-ലെ സുപ്രീം കോടതി വിധിപ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. വോട്ടവകാശം 21-ൽ നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 1989-ലെ 61-ാം ഭേദഗതി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായത് 1, 2 എന്നിവ ശരിയാണ്. 1994-ലെ കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994-ലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205.
കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോടുകൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ബുജിയ, എനിഗ്മചന്ന ഗൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ തിളനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ ആകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിൽ. ആറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോൾ. ഇലക്ട്രിക് അയേൺ ബോക്സിൽ ഹീറ്റിംഗ് എലമെന്റായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്? പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 3 തെറ്റാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റിന് ജയം. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് 3ാം കിരീടമാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. 3ാമത്തെ പ്രസ്താവനയാണ് ശരി. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല? 14 ദിവസം. BNSന്റെ ഏതു അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുവാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷം വരെ തടവ്. BNSS സെക്ഷൻ 47 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശേഷിപ്പിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരായ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുവാനോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള
സ്ഥിരമായോ താൽക്കാലികമോ ആയ താമസസ്ഥലം, ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായോ ആയ മരണം സംഭവിക്കുകയോ, സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തിലോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്താൽ. ഓപ്ഷൻ സി ആണ് ആൻസർ, എക്സും വൈയും. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ? തദ്ദേശ ഭരണത്തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻ 19, 24, 27A. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാം. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ 66A. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ 66D. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോടു ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട്, കാനനം, ഗഹനം, വിപിനം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? സിന്ധു, കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നത് തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകുക. ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങൾക്കിടയിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30 ഡിഗ്രി. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്?
കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. 2023 G7 ഉച്ചകോടി വേദി ഹിരോഷിമ. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. KSSM-ന്റെ പൂർണ്ണരൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് 25. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 43. മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36 മുതൽ 51 വരെ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ്. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 39D. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ഡവാഹിനി കുഴലിൽ. മീനാമാത രോഗം ഏതിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ കോഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടൈഫോയിഡ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗം ഇൻഫ്രാറെഡ് തരംഗം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം f 15 cm ആണെങ്കിൽ അതിന്റെ വക്രത ആരം r എത്ര? 30 cm. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 3D ഓർബിറ്റിൽ ഉള്ള ഒരു ഇലക്ട്രോണിന്റെ സാധ്യമായ NLM എന്നിവയുടെ മൂല്യം ഓപ്ഷൻ എ ആണ് N3, L2, M-1. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7നേക്കാൾ കൂടുതലുള്ളത് മനുഷ്യരക്തത്തിന്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഫിനോളും അനിലീനും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടോട്ടുമായി ബന്ധപ്പെട്ടത്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം നീരജ് ചോപ്ര. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ. സേതുമാധവൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണമേത്? ആത്മോപദേശ ശതകം. മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഹൈദരാലിയുടെ ആക്രമണം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. വളരെയധികം സംസാരിക്കുന്നവൻ, അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അന്തസ്സ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം. അനശ്വരത, നശ്വരം. നദിയുടെ പര്യായം അല്ലാത്തത്? പാഥേയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാഗ്മയം. പലവുരു പിരിച്ചെഴുതുക. പല പ്ലസ് ഉരു. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽവി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ നൽകാവുന്ന വിവരം? മന്ത്രിസഭാ തീരുമാനങ്ങൾ. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 1 വർഷം വരെ കഠിന തടവ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യയിലെ ഏത് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരം? 67B.
കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക. എയ്ഡ്സ് ബാധ്യനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശ്യത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷ. താഴെ പറയുന്നവയിൽ ഏതാണ് വാറന്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. ലൈംഗിക ഉദ്ദേശ്യത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്നതുമായ തടവ് ശിക്ഷ. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം. നാർക്കോട്ടിക്സ്, ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യ 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? വകുപ്പ് 27A. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. കുറ്റകൃത്യം ചെയ്യുന്നതിനുപയോഗിച്ച വസ്തു പിടിച്ചെടുക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ബൈക്ക് യാത്രികൻ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? കവർച്ച. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കാവുന്ന തടവ് ശിക്ഷ 1 വർഷം വരെ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. സാങ്കേതികവിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്തുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ലൈംഗിക ഉദ്ദേശ്യത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക അതിക്രമം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. 3ാമത്തെ പ്രസ്താവന മാത്രം ശരി. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ആണ്.